ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ഗൈഡൻസ് മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇനി നിങ്ങളുമായിട്ട് ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാസ്റ്റർ കാർഡ്, ഇത് ഫുൾ കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓരോ കാർഡുകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹെർമിറ്റ് കാർഡാണ്. ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്പിരിച്വൽ പരമായ കാര്യങ്ങൾ, ഒരു ആത്മീയ വളർച്ച, സ്പിരിച്വൽ ഗ്രോത്തിന്റെ ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തന്നെ കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കേണ്ടുന്ന ഒരു സമയമാണിത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണമെന്നോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ശരിക്കും എന്താണ് ആവശ്യം, ഞാൻ ഈ ഒരു പേഴ്സണോടൊപ്പം നിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതാണോ നല്ലത്, ഇതൊന്നും നിങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് കഴിയുന്നില്ലാത്തൊരവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം എന്താണ്, എനിക്ക് ശരിക്കും എങ്ങനെ ഏത് സിറ്റുവേഷൻ ഇരിക്കാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ ആരോടൊപ്പം ഇരിക്കാനാണ് ആഗ്രഹം എന്ന് നിങ്ങളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഒരു ശാന്തതയോടെ ഒരു കാമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ കാമായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നോക്കാനായിട്ടും എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും എന്നതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തത നിങ്ങൾക്ക് ലഭിക്കും എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ഗൈഡൻസ്. സെക്കൻഡ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഹൃദയം പറയുന്നത് കേൾക്കുക എന്നതാണ്. മനസ്സ് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ, ബുദ്ധി പറയുന്നത് കേൾക്കാതെ മനസ്സ് പറയുന്നത് കേൾക്കൂ, ഹൃദയം പറയുന്നത് കേൾക്കൂ എന്നാണ്. നിങ്ങൾ ഓർക്കാൻ, ചിലപ്പോൾ നമ്മൾ ഹൃദയം പറയുന്നത് കേൾക്കുമ്പോൾ പലപ്പോഴും അത് നമ്മൾ ഇമോഷൻസിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ ബ്രെയിൻ പറയുന്നതിനേക്കാളും ഹൃദയം പറയുന്നത് അനുസരിച്ച് പോകുന്ന ആളുകൾ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ ഈ ഒരു ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞാനൊരു ദുർബലനായി പോകുമോ എന്ന് ചിന്തിക്കുന്നതുണ്ട്. കാരണം അവനൊരു വികാര ജീവിയാണ് അല്ലെങ്കിൽ അവളൊരു വികാര ജീവിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ദുർബല മനോഭാവത്തിലുള്ള ഒരു വ്യക്തിയായി പോകുമോ എന്ന് ചിന്തിക്കുന്നുണ്ട് എന്ന് ഈ ഒരു റീഡിംഗ് കാണുന്ന ഒത്തിരി പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളുടെ ഫീലിങ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ശക്തി കിട്ടും, നിങ്ങൾ കുറച്ചും കൂടി ഒരു സ്ട്രെങ്തൻ ആകും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു സ്നേഹം, അത് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കാരുണ്യം എന്നിവ, ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരു കലാരൂപത്തില് എങ്ങനെയോ ഇത് പുറത്തേക്ക് വരും എന്നുള്ള ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഒത്തിരി ആളുകൾ ആക്ടിങ് മേഖലയിലുള്ളവരോ അല്ലെങ്കിൽ എഴുത്തുകാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം. അതായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങളിലുള്ള ആ ഒരു സ്നേഹവും കരുണയും അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ഫീലിങ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു മനോഭാവം, അത് കലയിലൂടെ ഏതെങ്കിലും ഒരു കലാരൂപത്തിലൂടെ അത് ലോകത്തിലേക്ക് പ്രകാശം പകരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന മെസ്സേജ്. കറക്റ്റ് പറയണം, അത് തന്നെയാണ്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് നമുക്ക് വരുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന ജീവിതത്തിന്റെ ചക്രം തിരിയുന്നത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് ആ ഒരു ജീവിത ചക്രം തിരിയുമ്പോൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ നിയന്ത്രിക്കാനാവാത്തതിനെ വിശ്വാസത്തോടെ സ്വീകരിക്കുക. അതായത് ഇപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിക്കോട്ടെ, മറ്റെന്ത് കാര്യത്തിലായിക്കോട്ടെ, നമ്മളെന്ന വ്യക്തി നമ്മൾ ഫുൾ 100% കൊടുത്തു നിൽക്കുക എന്നിരിക്കട്ടെ ഒരു കാര്യത്തിന് വേണ്ടി. ഇനിയിപ്പോൾ ഒരു ബിസിനസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാനുള്ളതിന്റെ മാക്സിമം നമ്മൾ ചെയ്തു. പക്ഷെ
എന്നിട്ടും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു റിവാർഡ് അതിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു സക്സസ് നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ചെയ്യാനുള്ള മാക്സിമം നിങ്ങൾ ചെയ്തു, പക്ഷെ ആ ഒരു ഫെയ്ത്ത് അനുസരിച്ചിട്ട് അത് അവിടെ നടക്കേണ്ടതല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല അവിടെ നടക്കേണ്ടത്. കാരണം ചിലപ്പോൾ അത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങളും കടന്നു വരും. അത് യൂണിവേഴ്സിന് അറിയാം, അതുകൊണ്ട് യൂണിവേഴ്സായിട്ട് അത് മാറ്റിവിടുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മൊത്തം ചെയ്തു, പക്ഷെ വിധി നമുക്കെതിരായിരുന്നു. അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാവുന്നതിനും അപ്പുറത്തായതുകൊണ്ട് ആ ഒരു കാര്യത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കൂ. ഈ ഒരു മാറ്റം എൻ്റെ ലൈഫിൽ, ഈ ഒരു സംഭവം എൻ്റെ ലൈഫിൽ വന്നിരിക്കുന്നത് എൻ്റെ ലൈഫിനെ കുറച്ചും കൂടി നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫ്യൂച്ചറിൽ എന്താണെങ്കിലും ഒരു ഭാഗ്യം നിങ്ങളെ തേടി വരുന്നുണ്ട്. ആ ഭാഗ്യത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുന്നതിൻ്റെ മുന്നോക്കമായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. 8 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ഹാർഡ് വർക്ക്, നമുക്ക് അതിൽ തന്നെ കാണാം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു കഠിനാധ്വാനം, ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒരു പരിശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുക, അത് തന്നെ തുടർന്ന് ചെയ്യുക. നിങ്ങൾ ഫെഡപ്പ് ആകാതിരിക്കുക, മടുക്കാതിരിക്കുക. ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പരിശ്രമം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനൊരു റിവാർഡ് നൽകും യൂണിവേഴ്സ് എന്നുള്ളതാണ്. ഇനി അതൊരു പഠനമായിക്കോട്ടെ, ഒരു തൊഴിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബി വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ അത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുക. ആ ഒരു കാര്യം അത് നിങ്ങളുടേതായ ഒരു യഥാർത്ഥ വഴിയിലേക്ക് ഉള്ള ഒരു കുതിപ്പാണ് ആ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും പരിശ്രമം തുടരുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ക്യൂൺ ഓഫ് വാൻസിന്റെ കാർഡ്. അപ്പൊ ഇത് ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു കാർഡാണ്. അതായത് നിങ്ങളുടെ ആത്മവിശ്വാസം, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴികൾ, നിങ്ങളുടെ ആത്മവിശ്വാസം, എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നാലും അത് നേരിട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നത് കാണുന്ന മറ്റു വ്യക്തികൾക്ക് അതൊരു പ്രചോദനം നൽകും എന്നാണ്. നിങ്ങളൊരു തീയായിട്ട് അവർക്ക് തോന്നും. ഒരു കരുത്തുറ്റ ഒരു വ്യക്തിയാണ്, ഒരു കരുത്തുറ്റവനാണ്, അല്ലെങ്കിൽ കരുത്തുറ്റവളാണ് എന്ന് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകും അങ്ങനെ ചിന്തിക്കുമ്പോൾ. അപ്പൊ ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുമ്പോൾ നിങ്ങൾ പിന്നോട്ടേക്ക് നോക്കേണ്ടതില്ല. ആ ഒരു സ്വപ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് പുറകെ തന്നെ പോവുക. അപ്പൊ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട യാതൊരു കാര്യവും നിങ്ങൾക്കില്ല. നിങ്ങളിൽ തന്നെ നിങ്ങൾക്കുള്ള ആ വെളിച്ചവും എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെ, ആ കോൺഫിഡൻസും എല്ലാം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ 10 ഓഫ് സോർഡ്സ്. നിങ്ങൾക്ക് ഇവിടെ 10 ഓഫ് സോർഡ്സ് ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യം ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ആ ഒരു കാര്യങ്ങളിൽ പാസ്റ്റിൽ വളരെയധികം വേദനകൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു 10 ഓഫ് സോർഡ്സ് വഴി. അതായത് ഒത്തിരി നമ്മൾ വിശ്വസിച്ച ആളുകളൊക്കെ നമ്മളെ ചതിച്ചിട്ട് പോവുകയോ, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് ഒത്തിരി വേദന തരും. ആ ഒരു വേദനകൾ, ആ ഒരു പഴയ വേദനകൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിപ്പോൾ എന്ത് വേദനകളാണെങ്കിലും ആ ഒരു വേദനകളെല്ലാം മറന്നു കളയുക, അത് അവസാനിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് നൽകുന്നതായിരിക്കും, മറന്നു കളയാനായിട്ട് ഒത്തിരി വിഷമവുമായിരിക്കും. അതിനാൽ തന്നെ ആ ഒരു വേദനകളിൽ നിങ്ങൾ ഇനി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അത് ജീവിതകാലം മൊത്തം നിങ്ങളെ പിന്തുടരും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് അതിനെ ഉപേക്ഷിക്കാനായിട്ട് നീ തയ്യാറാവുക. അങ്ങനെ തയ്യാറാവുമ്പോൾ നിനക്കൊരു വളർച്ച ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അത് വിട്ടുകളയുമ്പോഴാണ് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുക. അല്ലെങ്കിൽ ഉയരങ്ങളിൽ എത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പഴയ വേദനയെ മറന്നു കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് മുന്നോട്ട് വരിക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉയരാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രോത്തിന്റെ ഒരു സമയം കടന്നു വരും നിങ്ങളിലേക്ക് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ടെമ്പറൻസ് കാർഡാണ്. അതൊരു സഹനം, അല്ലെങ്കിൽ ഒരു പേഷ്യൻസ്, അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായി പറയുകയാണെങ്കിൽ ഒരു ആത്മശാന്തിയൊക്കെ തരുന്ന ഒരു കാർഡാണ് ടെമ്പറൻസ് കാർഡ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ബാലൻസ് നിങ്ങൾ ശരിക്കും കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി ആളുകൾ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാകാം, നിങ്ങൾക്ക് പണി തന്നിട്ടുണ്ടാകാം, നിങ്ങൾ തൊട്ടത് ഒന്നും തന്നെ ഒരു സക്സസ്സിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി പാഠങ്ങൾ പഠിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളിപ്പോൾ ഒരു കാര്യം കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യം അതിപ്പോൾ നിങ്ങളുടെ ഒരു ഹോബി ആയാലും എന്തായാലും അത് തന്നെ
തുടർന്ന് മുന്നോട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കൊരു ലൈഫിൽ ഒരു ബാലൻസ് കണ്ടെത്താനായിട്ട് സഹായിക്കും. അതുവഴി നിങ്ങൾക്ക് സ്പിരിച്വലി കുറച്ച് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ഒരു സമത്വത്തിലേക്ക് വരും. അതായത് നമുക്കിപ്പോൾ ഒരു ശാന്തത വരിക എന്ന് പറയും, മനസ്സിനൊരു ശാന്തതയും സമാധാനമൊക്കെ വരിക എന്ന് പറയും. അപ്പോൾ ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങളും ആത്മീയപരമായ കാര്യങ്ങളും വൈകാരികപരമായ കാര്യങ്ങളും എല്ലാം കൂടി ഒരേ ലെവലിൽ എത്തുന്ന ഒരു സമത്വത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മശാന്തി ഉണ്ടാകും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ഏസ് ഓഫ് പെന്റിക്കിൾസ്, ഇതൊരു നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു പുതിയ തുടക്കം, അത് സാമ്പത്തികമായോ ചിലപ്പോൾ കരിയർ ബേസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരാനുള്ള ഒരു അവസരമോ ഒക്കെ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു തുടക്കം ചെയ്യുക അല്ലെങ്കിൽ ഒരു തുടക്കം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് ആ ഒരു സ്റ്റാർട്ട് നിങ്ങൾക്ക് ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ കുറേ ഡ്രീംസ് ഉണ്ടാകും, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വളർന്ന് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എത്തണം എന്നൊക്കെ. പക്ഷെ നമ്മൾ ഏതൊക്കെയോ സാഹചര്യങ്ങൾ പെട്ട് ആ ഡ്രീംസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ മറന്നു പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഡ്രീംസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓർത്തെടുത്തിട്ട് ആ ഒരു ഡ്രീംസിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കാനാണ് നമുക്കൊരു യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇൻറ്റ്യൂഷൻസ്, ഒരു തോന്നലുണ്ടാവും, എനിക്ക് ഈ ഒരു ബിസിനസ് ചെയ്താൽ നല്ലതായിരിക്കും, എനിക്ക് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റെപ്പെങ്കിലും നിങ്ങൾ എടുക്കൂ എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കും എന്നാണ് ഏസ് ഓഫ് പെന്റിക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യൂ ആ ഒരു കാര്യത്തിന് വേണ്ടി എന്നുള്ളതാണ്. അത് എന്തോ ഒരു സ്പെഷ്യലായ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു സ്പെഷ്യലായ ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു തുടക്കം കുറിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ദ ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശം ഇതാണ്. ഒരു ഒട്ടും പേടി കൂടാതെ, ഭയമില്ലാതെ പുതിയ യാത്ര തുടങ്ങുക. അതായത് നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിങ്ങനെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. കാരണം പഴയ നിങ്ങളുടെ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ എന്തിനിറങ്ങിയാലും ഒരു ഗുണം പിടിക്കാത്ത രീതിയിലായിരിക്കാം പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലരുണ്ട്, നമ്മൾ പരമാവധി പരിശ്രമിച്ച ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമായിക്കോട്ടെ, എന്തിനായാലും നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ അവിടെ ഭയങ്കര ആത്മാർത്ഥതയോടെ നിന്ന് ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ നമ്മളെ ഇട്ടിട്ട് പോകുന്ന വ്യക്തികളുണ്ടാവും. അപ്പൊ അങ്ങനെ വരെ, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ കാര്യമാണെങ്കിലും നമ്മളെല്ലാം ഓക്കെ ആക്കി കൊണ്ടുവന്ന് ഒരുവിധം പച്ച പിടിച്ച ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് നിർത്തിപ്പോകുന്ന ആ ഒരു രീതിയിൽ പോകുന്ന ആളുകളും ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ മനസ്സിനൊരു ഒരു ഫെഡപ്പ് ആകും, മടുക്കും. ഇനി ഞാൻ ഇതിനൊന്നും ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല, ഞാൻ എല്ലാം നിർത്താം ഇവിടെ വെച്ച്, ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അങ്ങനെയുള്ളവരാണ്. അപ്പൊ അവർക്ക് പേടിയാണ് ഇനി എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാനോ പുതിയതായിട്ട് ചെയ്യാനോ ഒക്കെ അവർക്ക് പേടിയാണ്. അപ്പൊ ആ ഒരു യൂണിവേഴ്സ് ഡയറക്റ്റ് നമുക്ക് മെസ്സേജ് തരുന്നത് ഭയമില്ലാതെ പുതിയ യാത്ര തുടങ്ങും, പുതിയ വഴികൾ കണ്ടെത്തി പുതിയ യാത്ര തുടങ്ങും എന്നുള്ളതാണ്. പഴയ പാഠങ്ങൾ, അതായത് പഴയ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരു കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ബ്ലോക്കേജുകളോ തടസ്സങ്ങളോ അല്ലെങ്കിൽ ആളുകൾ പറ്റിച്ചിട്ട് പോകലുകളോ, ഇതെല്ലാം നിങ്ങൾ ഒരു വേദനയായിട്ട് എടുക്കാതെ അതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, ഒരു പാഠമായിട്ട് എടുക്കുക. അത് മറക്കാതിരിക്കുക, അതൊരു പാഠമായിട്ട് എടുത്ത് എന്നാൽ ആ ഒരു വേദനയിലും വിഷമത്തിലും കുടുങ്ങിക്കിടക്കാതെ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറഞ്ഞിരുന്നത്. നല്ലൊരു ആത്മവിശ്വാസമുള്ള വ്യക്തിയായിട്ട്, ഒരു വിശ്വാസം ഉള്ള വ്യക്തിയായിട്ട്, എനിക്ക് കിട്ടും അല്ലെങ്കിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. പുതിയൊരു ജീവിതത്തിന്റെ പുതിയൊരു ഫേസ് തുടങ്ങുന്നു എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് പുതിയൊരു ജീവിതത്തിന്റെ ഒരു ഫേസ്, ഇത്ര നാൾ നിങ്ങൾ കണ്ട ഒരു ഫേസ് അല്ല, അതേ കുറച്ച് മാറ്റം വന്നിട്ട് ഒരു നല്ല ഫേസിലേക്ക് നിങ്ങൾ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പം മൊത്തത്തിൽ നമ്മളിവിടെ യൂണിവേഴ്സിന്റെ ഒരു സന്ദേശം എന്താണ് നോക്കുകയാണെങ്കിൽ, പഴയ പാസ്റ്റിലുണ്ടായ നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം വിട്ടുകളയാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. പിന്നെ നിങ്ങൾ നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പണ്ടത്തെ നിങ്ങളാണോ ഇപ്പോഴത്തെ നിങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താനായിട്ട് കഴിയുന്നില്ല. പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ അയ്യോ ഞാൻ എങ്ങനെ ആയി എന്നുവരെ ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം. അപ്പൊ ആ ഒരു പണ്ടത്തെ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് നിങ്ങളൊരു പുതിയ തുടക്കം സ്വീകരിക്കൂ എന്ന് പറയുന്നു. അതുപോലെ നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ വേദനകൾ എല്ലാം ഒരു പാഠമായിട്ട് കണ്ടുകൊണ്ട്, എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തുകൊണ്ട്, അതായത് സ്പിരിച്വലി ഒരു വളർച്ചയായിട്ട് നിങ്ങളത് മാറ്റണം. അങ്ങനെ പേടി കൂടാതെ ഒരു സ്റ്റാർട്ട്, ആദ്യ പടിയായിട്ട്
മുന്നിലോട്ടൊരു കാൽവയ്പ് വെക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്കൊരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു തരും യൂണിവേഴ്സ്, അല്ലെങ്കിൽ അതിന് സഹായിക്കും. യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളുടെ കൂടെ ഉണ്ട്. ബ്ലെസ്സിങ്സോട് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഒരു ഗൈഡൻസ് മെസ്സേജ് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.